ഞാൻ ഇമ്പ്രസീവ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു 100% ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഡിമാൻഡ് പറഞ്ഞപ്പോഴും ഇന്നൊന്നും സാധനങ്ങളാണ് എനിക്ക് വേണ്ടത്. ഇത് എൻ്റെ ഒരു മാത്രം ഒരു ഓഫീസ് സ്പേസ് ആണ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. എനിക്ക് മാത്രമുള്ളൊരു 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ, എൻ്റെ ഒരു ക്യാബിൻ, എൻ്റെ ക്യാബിനിൽ എങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഏരിയ സെറ്റ് ചെയ്യാം. എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ ഒരു പേഴ്സണൽ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എന്നെ കാണാൻ, എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കുറച്ച് ക്ലയൻസ് വന്നു. നാച്ചുറലി അവരെ ഞാൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും. എനിക്ക് അതുകൊണ്ട് നേരെ കോൺഫറൻസ് ഹാളിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ കോഫി ഷോപ്പിലൊന്നും പോകാതെ അങ്ങനെ ഒരു മൂഡുള്ളൊരു ആംബിയൻസ് എങ്ങനെ ഞങ്ങളുടെ ഓൺ ഓഫീസിൽ സെറ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ മാനേജേഴ്സിനും എനിക്ക് മാത്രമുള്ളൊരു ക്യാബിൻ സ്പേസ് അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് ആൾക്കാർക്ക് നമ്മുടെ ഒരു മൂഡ് അനുസരിച്ച് എവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ളത്, ഇവിടെ നമുക്കൊരു കോഫി കുടിച്ച് എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. എൻ്റെ ക്യാബിനാണെങ്കിൽ എനിക്ക് ഓഫീസ് ചെയറിലും ഓഫ് കോഴ്സ് ക്യാബിനിൽ നിന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ ഓക്കെ വടവോ അത് വിസിറ്റേഴ്സ് വന്നാൽ എനിക്ക് വേറൊരു മൂഡ്. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ ഷറഫ് ഓക്കെ ആയിരുന്നു അതിൽ, അല്ലേ? ചെയ്തു തരാൻ പറ്റും, എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷറഫിന് ഓർമ്മയുണ്ട്. ഒരു നോർമൽ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇത്ര ഉണ്ടായിരുന്നു. നോർമൽ ഓഫീസിൽ നിന്ന് മാറി ഒരു വേറെ കോൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഡിസൈനേഴ്സിന്റെ ഒരു സ്പേസ് പോലെ തോന്നുന്നുണ്ടോ? ആണോ? അല്ലേ? തോന്നില്ലേ? ഓക്കെ, ഡിസൈനേഴ്സ് അല്ല. ഓക്കെ, ഡിസൈനേഴ്സ് അല്ല. കോൺസെപ്റ്റ് എല്ലാവരും ഈ ഒരു ഫോർമാറ്റിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഓഫീസ് എന്ന് പറയുന്ന സമയത്ത് ഒരു നോർമൽ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അത് വിട്ടിട്ട് ഈ ഇതിലോട്ട് വരാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇഷ്ടം ഓഫീസ് എങ്ങനെ ആയിരിക്കണം എന്നൊരു സാധാരണഗതിയിൽ ഓഫീസ് പറയുന്നതാണ് ഒരു ചെയർ വേണം, അതിനപ്പുറത്തൊരു ടേബിള്, അതിനപ്പുറത്ത് 2 പേര്, അതിനപ്പുറത്തൊരു സോഫ, ആള് വന്നിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓഫീസ് സ്പേസിൽ ഫർണിച്ചർ പോലും എല്ലാം ഡിഫറെന്റ് ആണ്, അല്ലേ? എന്താണ് അല്ലേ? ശരിയല്ലേ? അല്ലേ? ശരി. ഈ ഐഡിയ ഞാൻ ആദ്യം ആളോടാണ് ഷെയർ ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് എനിക്കൊരു ഓഫീസ് സ്പേസ് വേണ്ടെന്നുള്ളത്. അപ്പൊ തന്നെ അങ്ങനെയൊക്കെ ഒരു ഓഫീസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ആളും സംശയിച്ചിരുന്നു. പക്ഷെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഫൈനലി ഒരു ഔട്ട് കണ്ടപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ഐഡിയ മോശമായിരുന്നോ അല്ല ആക്ച്വലി നല്ലതാണോ? ഇത് ഇങ്ങനെ ഒരു ഓഫീസ് സ്പേസ് വർക്കാവോ? അതിനെക്കുറിച്ച് 2 വാക്ക്. അല്ലാതെ നീ പറ, നിന്റെ അഭിപ്രായം പറ. ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് ഉണ്ടാവുക, ബോൾഡ് കളർ, അങ്ങനത്തെ ഒരു കളർ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ദ യൂഷ്വൽ ഒരു കോർപ്പറേറ്റ് ഡിസൈൻ. ഭയങ്കര വീടായിട്ട് തോന്നിയോ? അതായത് സത്യമാണ് കേട്ടോ. ആളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഓഫീസ് സ്പേസ് ഒരു തരത്തിലും മറ്റുള്ള ഓഫീസ് സ്പേസ് മാതിരി ആയിരിക്കരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡിമാൻഡ്. അപ്പോൾ അത് ഞാൻ ആളോട് നേരെ പറയുകയാണ് ചെയ്തത്. പറഞ്ഞപ്പോൾ തന്നെ ആളത് ബ്ലൈൻഡായിട്ട് ഏറ്റെടുക്കുക ചെയ്തത്. ഈ ഒരു ചാലഞ്ചർ ഏറ്റെടുക്കുക. ഓക്കെ, നമുക്ക് ചെയ്യാം, നമുക്ക് പൊളിക്കാമെന്ന് അതിൽ ഏറ്റെടുത്തതാണ്. അത് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വന്നപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്ത കളേഴ്സ് ആയാലും ഇപ്പൊ ഓൾറെഡി വാൾ പാനലിലേക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഏരിയനെ നമ്മൾ എങ്ങനെ ആ ഒരു നോർമൽ ഫോർമാറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് കളറായാലും ഫർണിച്ചർ സ്റ്റൈലായാലും ഒന്നും നമ്മുടെ ഒരു ഓഫീസ് കോർപ്പറേറ്റ് ലുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പിടിച്ചത്. ഇതൊരു ഒരു മിനി ബുട്ടീക്ക് ഹോട്ടൽ ലോഞ്ചിന്റെ ഒക്കെ ഒരു മൂഡാണ്. അങ്ങനെ വേണം, അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, അല്ല, എനിക്ക് എൻ്റെ ഓഫീസിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ഒരു കോഫി കഴിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ പാൻട്രി യൂസ് ചെയ്യും, അല്ല ആ വർക്ക് ഏരിയ യൂസ് ചെയ്യും. സോ അതെല്ലാം മൂടും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളും നിങ്ങളുടെ ബിസിനസ് മോഡും അങ്ങനെ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സാക്ട്ലി അതാ പറഞ്ഞത്. എനിക്കൊരു കോഫി ഷോപ്പ് അപ്രോച്ച് ചെയ്യണ്ട, എനിക്കൊരു ഹോട്ടലിൽ പോയി ഹോട്ടൽ ലോബിയിൽ ഇരിക്കണ്ട. അപ്പോൾ എനിക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് എനിക്ക് ഡിഫറെൻറ്റ് മൂഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിരുന്നുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് സംസാരിക്കാം. അപ്പം ആ കംഫർട്ട് എനിക്ക് ഉണ്ടെന്നുള്ളത് വിശ്വാസം ഇപ്പോൾ ആയിട്ടുണ്ട് വർക്ക് ചെയ്തത്. മെയിൻ തിങ്, ഐഡിയ എനിക്കെന്താണ് വേണ്ടെന്നുള്ളത് ഷറഫ് വർക്ക് ചെയ്ത് ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, അതാണ് പലയിടത്തും വർക്ക് ആവാത്തൊരു കാര്യം. ഇന്നിപ്പോൾ ഡിസൈനേഴ്സ് ആണെങ്കിലും ഇന്റീരിയർ ചെയ്തവരെല്ലാം നമ്മൾ ഓണേഴ്സുമായിട്ട് എപ്പോഴും വഴക്കാണ്, അല്ലേ? സോ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ എന്താണ് എനിക്ക് വേണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഷറഫ് മനസ്സിലാക്കി ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ,
അത് പലരും എനിക്കറിയില്ല പലയിടത്തും അത് ഉണ്ടോ എന്നുള്ളത്. എനിക്ക് ഇതിനു മുന്നേ വർക്ക് ചെയ്തിടത്തുനിന്ന് പലയിടത്തും അത് കിട്ടിയിട്ടില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഷർഫ് ഒക്കെ ആയിരുന്നു എനിക്ക്. കാരണം ഞാനിപ്പോൾ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നീ ഒരു എന്തൊക്കെ തിരക്കാണെന്ന് നോക്കിയാൽ ഞാൻ ഇന്ന് തിരക്കാണെന്ന് പറയും. ഒരു ഹാഫ് ആൻ അവർ 1 hourനുള്ളിൽ എനിക്ക് തിരിച്ച് ഗെറ്റ് ബാക്ക് ചെയ്യും. അപ്പോഴും ബിസിയാണെങ്കിൽ അപ്പം ബിസിയാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഷർഫ് എനിക്ക് ഗെറ്റ് ബാക്ക് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ആക്ച്വലി ഡിസൈൻ നമുക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഡിസൈൻ ചെയ്ത് അത് തന്നെ നമുക്ക് അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫർണിച്ചർ ആയാലും ഫാബ്രിക് ആയാലും മെറ്റീരിയൽസ് ആയാലും. അതെ ആക്ച്വലി നമ്മുടെ പ്രൊജക്ട്സുകളും അങ്ങനെ തന്നെ. നമ്മളൊരു ഇപ്പം നമ്മുടെ വർക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ട്രഡീഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പക്ക മോഡൽ. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളും ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള പ്രൊജക്ടുകൾ. എൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഷറഫ് പറഞ്ഞു വരുന്നത് നമ്മളുമായിട്ടുള്ള ഒരു ഡീലിംഗ് വളരെ നന്നായിരുന്നു. പൈസ കറക്റ്റൊന്നുമില്ലേ അല്ലേ? അതാണ് ആദ്യം പറയേണ്ടത്. ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ക്ലയൻസിന് ഇനിയും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ എൻറ്റയർ ടീം. സ്പെഷ്യൽ മെൻഷൻ വേണോ ഒരാളുടെ? ഓക്കെ, ഷർഫു ആൻഡ് വൈഫ് ആൻഡ് designers, project manager, Vishnu, Tasleem and Unni. So ഈ ഒരു 3 നെയിമൊക്കെ എപ്പോഴും അവരുടെ സ്ട്രോങ് പില്ലേഴ്സ് ആണ് ഇവരുടെ. അതങ്ങനെ തന്നെ ആവട്ടെ. വർഷാവർഷം എല്ലാവിധ സക്സസും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ കമ്മിങ് ഫ്യൂച്ചർ. അടുത്ത പ്രോജക്റ്റിന് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. നമുക്ക് അപ്പൊ കാശൊക്കെ കുറച്ച് തരണം കേട്ടോ. താങ്ക് യു.